ഭാരവാഹിയായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടാണ് ബിസിനസ് ആവശ്യാർത്ഥം ജീവിച്ചിരുന്നു. അപ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുമ്പ് അവിഭക്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. സെയ്ദ് ഉമർ തങ്ങൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി. ഇന്ന് KMCC നെറ്റ് സോൺ ലൈവിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, മുൻ MLA, പ്രവാസി കമ്മീഷൻ അംഗം, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ തുടങ്ങിയ മേഖലകളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ ഇടം തീർത്ത PMA സലാം സാഹിബാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. PMA സലാം സാഹിബ്, നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് ചെറുപ്പം മുതലേ കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. നിങ്ങളുടെ തുടക്കകാലത്തെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ജനിച്ചു വീണത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലാണ്. എൻ്റെ പിതാവ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടാണ് ബിസിനസ് ആവശ്യാർത്ഥം ജീവിച്ചിരുന്നു. അപ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുമ്പ് അവിഭക്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. സെയ്ദ് ഉമർ തങ്ങൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും BB അബ്ദുൽ ഖാദർ സാഹിബ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ പിതാവ് വൈസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ കോഴിക്കോട് സിറ്റി മുസ്ലിം ലീഗിൻ്റെയും ഉപാധ്യക്ഷനായി ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് വേദികളിലെ ഒരു പ്രാസംഗികനായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്തും മുസ്ലിം ലീഗിൻ്റെ കർമ്മരംഗത്തും സജീവമായി നിന്ന ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലക്ക് ജനനം മുതൽ തന്നെ ഞാൻ അതാണ്. പിന്നീട് ഹൈസ്കൂൾ തലത്തിൽ വിദ്യാർത്ഥിയാകുമ്പോഴാണ് സംഘടനാ ഭാരവാഹിത്വം ഏറ്റെടുത്ത് സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ MSFിലായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരൂർ താലൂക്ക് MSFിൻ്റെ ജനറൽ സെക്രട്ടറിയായി. അന്ന് കോഴിക്കോട് ജില്ലയിലെ ഒരു താലൂക്കായിരുന്നു തിരൂർ താലൂക്ക്. പിന്നെ തിരൂർ താലൂക്ക് MSFിൻ്റെ പ്രസിഡൻ്റായി. അങ്ങനെ MSFിലൂടെ വന്ന് യൂത്ത് ലീഗിൽ പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ നാളുവഴികൾ. തിരൂരങ്ങാടിയാണല്ലോ നിങ്ങളുടെ പ്രദേശം. മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥലങ്ങളിലൊന്നാണ് തിരൂരങ്ങാടി. ഈ തിരൂരങ്ങാടിയിൽ വളർന്നു ജനിച്ചു എന്നൊക്കെ പറയുന്നത് തങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് തിരൂരങ്ങാടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ പറഞ്ഞതിനെ അടിവരയിടുകയാണ്. തിരൂരങ്ങാടിയിൽ ജനിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തിരൂരങ്ങാടി മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ വളരെയേറെ പ്രസക്തമായൊരു പ്രദേശമാണ്. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ പോലും മലബാർ ജില്ലയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ യൂണിറ്റ് സത്താർ സെറ്റ് സാഹിബ് പ്രസിഡൻറ്റും CG സാഹിബ് ജനറൽ സെക്രട്ടറിയുമായ തലശ്ശേരി മുസ്ലിം ലീഗായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് യൂണിറ്റ് തിരൂരങ്ങാടിയിലായിരുന്നു. ആദരണീയനായ KM മൗലവി സാഹിബ് പ്രസിഡൻറ്റും ആദരണീയനായ K ഉമ്മർ മൗലവി ജനറൽ സെക്രട്ടറിയുമായി രൂപം കൊണ്ട രണ്ടാമത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി തിരൂരങ്ങാടിയിലായിരുന്നു. പിന്നീടാണ് കോഴിക്കോട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സന്ദേശം ആദ്യമായി ഏറ്റെടുത്ത പ്രദേശം എന്ന നിലക്ക്, അതുപോലെ തന്നെ ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിൻ്റെ പോഷക സംഘടനകളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും തിരൂരങ്ങാടിയിലാണ്. നമുക്കറിയാം യത്തീംഖാന. തിരൂരങ്ങാടിയെക്കുറിച്ച് പറയുമ്പോൾ യത്തീംഖാനയെക്കുറിച്ച് വിസ്മരിക്കാവാത്ത ആ യത്തീംഖാന ഏറ്റവും വലിയ, ഇന്ന് നമ്മൾ COVID-19 പ്രതിരോധിക്കാൻ നടക്കുന്ന നടപടികളൊക്കെ പോലെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത മരണം കൺമുന്നിൽ കാണുന്ന സന്ദർഭത്തിലാണ് യത്തീംഖാന ഉണ്ടാകുന്നത്. അതിൽ മരണപ്പെട്ടു പോയ നൂറുകണക്കിന് ആളുകളുടെ, അനാഥരായിപ്പോയ കുട്ടികളെ
നാട്ടിനും സമൂഹത്തിനും മാതൃകായോഗ്യരാക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മഹൽ പ്രസ്ഥാനമായിട്ടാണ് എത്തിക്കാൻ ആരംഭിക്കുന്നത്. ആദരണീയ MK ഹാജി സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹം മുൻകൈയെടുത്താണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഇതിനായി പ്രചോദനം നൽകിയത് മുസ്ലിം ലീഗ് നേതാവ് KMCC സാഹിബാണ്. KM മൗലവി സാഹിബാണ് MK ഹാജിയുടെ കൂടെ നിന്നത്. അങ്ങനെയാണ് ആദ്യം 114 കുട്ടികളെ MK ഹാജി സാഹിബ് ഒരു അനാഥാലയം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റെടുക്കുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് MK ഹാജി സാഹിബ് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നീട് യതീംഖാന ഇന്നുള്ള വളർച്ചയിലേക്ക് വളർന്നത് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് KM മൗലവി സാഹിബ്, രണ്ടാമത്തെ പ്രസിഡന്റ് CH മുഹമ്മദ് കോയ സാഹിബ്, മൂന്നാമത്തെ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബ്, പിന്നീട് AV അബ്ദുറഹ്മാൻ ഹാജി, ഇങ്ങനെയുള്ള പ്രതിഭാധരന്മാരായ ആളുകൾ അതിന് പ്രസിഡന്റുമാരായിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഈ രൂപത്തിലെത്തിയത്. അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കൂടിയാണ്, രണ്ടും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജനറൽ സെക്രട്ടറിയായി 83-ൽ മരിക്കുന്നത് വരെ 943-ൽ യതീംഖാന ഉണ്ടാക്കി 83-ൽ മരണപ്പെടുന്നത് വരെ MK ഹാജി സാഹിബാണ് ജനറൽ സെക്രട്ടറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം CH കുഞ്ഞഹമ്മദ് ഹാജി സാഹിബായി. ഇപ്പോൾ MK ഹാജിയുടെ പുത്രൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ MK ബാവയാണ് സെക്രട്ടറി. അതിൽ എൻ്റെ പിതാവ് ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സെഡ് സാഹിബ് ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു നേരത്തെ. പിന്നെ CH മന്ത്രിയായിരിക്കുമ്പോൾ 1967-ൽ വിദ്യാഭ്യാസ മന്ത്രിയായി ആദ്യം ചാർജ് എടുക്കുമ്പോഴാണ് സെഡ് സാഹിബ് അതിൻ്റെ പ്രസിഡൻ്റാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയ പ്രദേശമാണ് തിരൂരങ്ങാടി. MK ഹാജി സാഹിബും KM മൗലവി സാഹിബും ഒക്കെ, ഇവരുടെയൊക്കെ നേതാവ്, ഏറ്റവും രസാവഹമായിട്ടുള്ളത് ഇവരുടെയൊക്കെ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. എനിക്കറിയാം, തിരൂരങ്ങാടി യതീംഖാനയിൽ കടന്നു പോകുന്ന ചെല്ലുന്നവർക്ക് ആദ്യം ദൃഷ്ടിഗോചരമാകുന്നത് അതിൻ്റെ പള്ളിയാണ്. പ്രവിശാലമായ മസ്ജിദ്, സുന്ദരമായ പള്ളി. ആ പള്ളിയുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കാണാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. യതീംഖാന സ്ഥാപനം ഒരു മുജാഹിദ് സ്ഥാപനമാണ്. KM മൗലവി പ്രസിഡന്റും MK ഹാജി സെക്രട്ടറി, അല്ലെങ്കിൽ സെഡ് സാഹിബ് പ്രസിഡന്റും MK ഹാജി സെക്രട്ടറി. പക്ഷേ അതിൻ്റെ യതീംഖാനക്ക് പള്ളിക്ക് ആ സ്ഥാപനത്തിലെ മുസ്ലിം ആരാധനാലയത്തിന് തറക്കല്ലിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അപ്പോൾ ഇവരെ എല്ലാം കേരളത്തിലെ രണ്ട് പ്രമുഖ സംസ്ഥയാണെങ്കിലും നേതൃത്വത്തിൽ മുജാഹിദാണെങ്കിലും ഇതിനെയൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ടാണ് ബാഫക്കി തങ്ങൾക്ക് ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത്. പുതിയ കാലത്ത് NRC വരുന്നു, NPR വരുന്നു. പുതിയ കാലത്ത് ഇത് ഒന്നും കൂടി ശക്തമായി സമുദായം ഇങ്ങനെ പോകേണ്ട ഒരു കാലമായി ഇത് കാണേണ്ടതില്ലേ ഈ പഴയ കാലം നമ്മൾ പഠിക്കുമ്പോൾ? തീർച്ചയായും വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇതിൻ്റെ പ്രസക്തി കൂടുന്നുണ്ട്. പക്ഷെ വെല്ലുവിളികൾ ഇല്ലാത്ത കാലത്ത് സമുദായം അനാവശ്യമായ വിരോധങ്ങൾ വെച്ച് പുലർത്തുന്നത് ശരിയല്ലല്ലോ. യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കാനുള്ള ഒരു മനസ്സ് മുസ്ലിം സമൂഹത്തിലുണ്ടാകണം. അതിനുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്കാണ് മുസ്ലിം ലീഗിനെ നമ്മൾ കാണുന്നത്. ഈ മുസ്ലിം സമുദായത്തിലെ സാമുദായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ ഒരു തള്ളക്കോഴിയെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു. അതാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ, മുസ്ലിം സംഘടനാ നേതാക്കന്മാരുടെ കുറേ യോഗങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ വിളിച്ചു കൂട്ടി. അപ്പോൾ ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ഇവരെ വിളിച്ചു കൂട്ടുകയും ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി മുകളിൽ കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും അത് സർക്കാർ സംവിധാനത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കുകയും ചെയ്യാനാണ് മുസ്ലിം ലീഗ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ സംഘടനകളൊക്കെ ഒരു മേൽഘടകം അല്ലെങ്കിൽ ഒരു തട്ടിൽ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്നുള്ളതിലേക്ക് മുസ്ലിം ലീഗിന് പ്രസക്തിയുണ്ട്. അതാണ് തിരൂരങ്ങാടി യതീംഖാന കാണിച്ചു കൊടുത്തത്. ബാഫക്കി തങ്ങളെ കൊണ്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യിച്ചപ്പോൾ ഒരു തടസ്സവും മുജാഹിദ് നേതാക്കന്മാർക്കുണ്ടായില്ല, ഒരു അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ടായില്ല. മാത്രമല്ല, തിരൂരങ്ങാടി യതീംഖാനയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് സംസ്ഥയുടെ പണ്ഡിതന്മാർ, ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരെ തിരൂരങ്ങാടി യതീംഖാനയിലെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. യതീംഖാനയുടെ ആൽബങ്ങളിൽ പോയാൽ ആ ഫോട്ടോകളൊക്കെ ഇപ്പോൾ കാണാനും കഴിയും. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായി കാണാതെ നമ്മൾ ഈ അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നിർണായക ഘട്ടങ്ങളിലോ ആവശ്യമായ സന്ദർഭങ്ങളിലോ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു സന്ദേശത്തിന് വേണ്ടി
ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു മനസ്സ് അത് സമൂഹം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു മാതൃകയായിരുന്നു തിരൂരങ്ങാടി യത്തീംഖാന. അതേ രീതിയിൽ ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഒരു NGO ലോകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, അഥവാ KMCC. ഇന്ന് ലോകത്തെ എല്ലാ മേഖലകളിലും KMCC ഉണ്ട്. ഈ KMCCക്ക് തുടക്കം കുറിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് താങ്കൾക്ക് KMCCയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? KMCCയെ കുറിച്ച് ധാരാളം പറയാനുണ്ട് തുടക്കം മുതൽ. അതിനു മുമ്പ് യത്തീംഖാനയെ കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു ലോകത്തിനാകമാനം മാതൃകയാണ് തിരൂരങ്ങാടി യത്തീംഖാന. വളരെ ശരിയാണ്, 100% ശരിയാണ്. ഞാൻ അടിവരയിടുന്നു. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ തന്നെ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനോ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കോ ഒരു പൈസ പോലും ഇക്കാലം വരെ കൊല വാങ്ങാത്ത ഏക സ്ഥാപനം എന്ന് തിരൂരങ്ങാടി യത്തീംഖാനയെ കുറിച്ച് പറയാം. അതിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, TTC ഉണ്ട്, സെക്കൻഡറി സ്കൂളുകളുണ്ട്, UP ഉണ്ട്, അറബിക് കോളേജ് ഉണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പോലും നിയമനത്തിന് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് മാത്രമല്ല അത് കൊടുക്കുന്നത്, മെരിറ്റ് മാത്രമാണ്. ധാരാളം അമുസ്ലിങ്ങൾ, ഹരിജനങ്ങൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ യത്തീംഖാനയിൽ അന്തേവാസിയായി രക്ഷിതാക്കളില്ലാത്ത, മാതാപിതാക്കളില്ലാത്ത, പിതാവില്ലാത്ത കുട്ടികളെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ കൊണ്ടുവന്ന് ചേർത്തിക്കഴിഞ്ഞാൽ അവർക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്തു, ഹയർ സെക്കൻഡറി കൊടുത്തു, കോളേജിൽ കൊടുത്തു, വേണമെങ്കിൽ TTCയിൽ കൊടുത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ യത്തീംഖാനയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് കോളേജിലും വിദ്യാഭ്യാസം ചെയ്ത് ആ ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ യത്തീംഖാനയിൽ ജോലി കൊടുക്കുന്നു, യത്തീംഖാനയിലെ സ്കൂളുകളിൽ അധ്യാപകരാക്കുന്നു. അവിടുത്തെ ഒരു UP സ്കൂളുണ്ട് യത്തീംഖാനയുടെ കീഴിൽ. അതിൽ 52 അധ്യാപകരുണ്ട്. അതിൽ 50 പേരും തിരൂരങ്ങാടി യത്തീംഖാനയിലെ പൂർവ്വ അന്തേവാസികളാണ്. അവിടെ പഠിച്ച കുട്ടികൾക്ക് TTC കഴിഞ്ഞ് അവിടെ തന്നെ ജോലി കൊടുക്കുക. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ലോകത്തിലെ ഏക മാതൃകാ സ്ഥാപനമാണ്. അല്ല, KMCC അതേ രീതിയിൽ ലോകത്ത് മാതൃകയാണ്. അതിന് തുടക്കം കുറിച്ചത് നിങ്ങളും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങളടക്കം തുടക്കം കുറിച്ച ഒരു സാധനം, ഒരു NGO ഇന്ന് ലോകത്തിൽ, ലണ്ടനിൽ, മറ്റു ഒരുപാട് രാജ്യത്ത് വളരെ കൃത്യമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട്. അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഒരു അഭിമാനത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു കാലമായി ഇത് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും KMCC എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിന്തയ്ക്കപ്പുറം, ഭാവനയ്ക്കപ്പുറം അത് വളർന്നു പോയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് സർവ്വജ്ഞനായ നാഥൻ്റെ അനുഗ്രഹം മാത്രമാണ്. കാരണം KMCC ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവങ്ങളെ സഹായിക്കാൻ, സാധാരണക്കാരെ സഹായിക്കാൻ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ ആ പ്രസ്ഥാനം ചെയ്യുന്ന സാമ്പത്തികമായും ശാരീരികമായും സാമൂഹ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഇന്ന് ലോകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രസ്ഥാനം ലോകത്തിലെ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം നന്നായി പ്രവർത്തിക്കുകയാണ്. എല്ലായിടത്തും അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, അയർലൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, പൂർവേഷ്യൻ രാജ്യങ്ങളിൽ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ്, ഇവിടങ്ങളിലൊക്കെ KMCC പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ആളുകളുണ്ട്. മാത്രമല്ല KMCCയുടെ പ്രവർത്തനങ്ങളെ ലോകം ആസകലം വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള അതിൻ്റെ പ്രവർത്തനത്തിന് UAE സർക്കാരാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. UAEയിൽ, പ്രത്യേകിച്ച് ദുബായിൽ KMCCക്കാരന് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. അവർക്ക് ഗവൺമെൻറ് അതിന് പാസ് കൊടുത്തിരിക്കും. കേരള ഗവൺമെൻറ് KMCCയോട് ചോദിക്കുമെന്നാണ് പറയുന്നത്. അവിടെ UAE ഗവൺമെൻറ് അവർക്ക് പ്രത്യേക പാസ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല അവരുടെ ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ വാഹനം കൂടി വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് കേരള സർക്കാരിലെ ചില മന്ത്രിമാർ KMCയോട് ചോദിക്കുമെന്ന് പറയാൻ നിർബന്ധിതമായതാണ്. അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ KMCC ചെയ്യുന്ന പ്രവർത്തനം യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും ചെയ്യുമ്പോൾ ആരെ പോലീസിനെ കൊണ്ട് അടുപ്പിക്കുകയും ജയിലിലിടുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്യാണ്. മുസ്ലിം ലീഗിനോടുള്ള, അതിൻ്റെ പോഷക സംഘടനയോടുള്ള വിരോധം പാവങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അതുപോലെ നേരത്തെ ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിൻ്റെ കിഡ്നി രോഗികൾക്ക് മരുന്ന് നൽകിക്കൊണ്ടിരുന്ന കിഡ്നി പേഷ്യൻസിൻ്റെ വെൽഫെയർ സൊസൈറ്റിയെ നിരോധിച്ചു. അത് മുഖേന മരുന്ന് കൊടുക്കൽ നിർത്തിവെപ്പിച്ചു. അതിൻ്റെ ഫലമായി ഒരുപാട് കിഡ്നി പേഷ്യൻസ് ഇന്ന് ദാരുണമായ വിധത്തിൽ നരകിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണക്കാർക്ക് ദോഷമുണ്ടായി. നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയാറുണ്ട്, മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണം.
അത് ചില പുത്തം മന്ത്രിമാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും, അവരല്പത്തരം എന്നല്ല നമ്മളതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ വൈറ്റ് കാർഡ് ചെയ്യുന്നതൊക്കെ KMCC അവിടെ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം. അപ്പോൾ KMCCയെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ എല്ലാ ആളുകളും എന്തു പറഞ്ഞാലും KMCC, സൗദി അറേബ്യയിൽ KMCC ഹജ്ജിൻ്റെ കാലത്ത് ഹജ്ജ് തീർത്ഥാടനത്തിൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ ആശ്വാസകരമായ രീതിയിൽ പ്രവർത്തിക്കുക. സൗദി ഗവൺമെൻറ് KMCCക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സൗദി ഗവൺമെൻറ് ഞങ്ങൾക്കറിയാലോ വളരെ സ്ട്രിക്റ്റാണ്. UAE പോലെ വളരെ ഇതായി റിലാക്സ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഒന്നുമല്ല. വളരെ സ്ട്രിക്റ്റായി നിൽക്കുന്ന സൗദി ഗവൺമെൻറ് KMCCയെ ഹജ്ജ് കാലത്ത് പിന്നെ എല്ലാ സേവനത്തിനും വേണ്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ KMCCയുടെ പ്രവർത്തനം. അപ്പോൾ ഈ KMCC തുടങ്ങി വന്നത് നിങ്ങളെ ചോദ്യം അതാണ്. KMCC സത്യത്തിൽ KMCC കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ രൂപീകരിക്കുന്നത് 1976 ദുബായിലാണ്. കാസർഗോട്ടും തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെയുള്ള കുറച്ച് എൻ്റെ സുഹൃത്തുക്കളാണ് അത് രൂപീകരിച്ചത്. അന്ന് ഞാൻ നാട്ടിലാണ്. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. 1974 മുസ്ലിം ലീഗിൽ ദൗർഭാഗ്യപരമായ വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. MK ഹാജി സാഹിബ് പ്രസിഡൻ്റായിട്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകൃതമായി. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളും CKP മുഹമ്മദ് സാഹിബൊക്കെ ആ ഭാഗത്തായിരുന്നു. അതിൻ്റെ പ്രവർത്തകരാണ് UAE. അന്ന് കാസർഗോഡും കണ്ണൂരും ഒക്കെയുള്ള ആളുകളാണ് UAE കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. അവർ അവിടെ കേരള മുസ്ലിം കൾച്ചർ സെൻ്റർ സംഘടന ഉണ്ടാക്കി. അവരവിടെ ഔഖാഫ് മിനിസ്ട്രിയിലും മറ്റൊക്കെയുള്ള സ്വാധീനം ഉപയോഗിച്ചതിന് അംഗീകാരമായി. അങ്ങനെ 76-77 കാലഘട്ടത്തിൽ KMCCക്ക് ദുബായിൽ അംഗീകാരം കിട്ടി. മുസ്ലിം ലീഗിൻ്റെ സംഘടന ചന്ദ്രിയാർ റീഡേഴ്സ് ഫോർ എയർ അതും പ്രവർത്തിച്ചു. അത് ഗൾഫ് നാടുകളിൽ പലയിടത്തും പ്രവർത്തിച്ചു. കുവൈത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന വെൽഫെയർ ലീഗായിരുന്നു. അതങ്ങനെ വിവിധ പേരുകൾ പ്രവർത്തിച്ചു. KMCC പിന്നെ ഇതുപോലെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആളുകൾ പലയിടത്തുണ്ടായി. ഞാൻ സൗദിയിൽ, നിങ്ങൾ പറഞ്ഞല്ലോ പ്രവാസിയാണ്, സൗദിയിലെത്തുന്നത് 1979 1979 ഞാൻ പോകുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ്. അതിന് മുമ്പ് ഞാൻ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ MSFൻ്റെ സംസ്ഥാന ട്രഷററായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് പോയി അവിടെ എത്തി 2 മാസം കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ KMCC രൂപീകരിക്കാം. 79 KMCC സൗദി അറേബ്യയിൽ രൂപീകരിക്കുന്ന എൻ്റെ നേതൃത്വത്തിലാണ്. ഞാനും കുറേ സഹപ്രവർത്തകരുണ്ട്. അന്ന് അവിടെ ചന്ദ്രിക റീഡേഴ്സ് ഫോറം ഉണ്ട്. അതിൻ്റെ പ്രസിഡന്റ് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീമേച്ചേരിയായിരുന്നു. അപ്പോൾ റഹീമേച്ചേരി പ്രസിഡൻ്റായ ചന്ദ്രിക റീഡേഴ്സ് ഫോറും വിനീതനായ ഞാൻ പ്രസിഡൻ്റായ കേരള മുസ്ലിം കൾച്ചർ സെൻ്ററോടെ പ്രവർത്തിച്ചു. വേറെ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കും, ഒരുമിച്ച് യോഗം നടത്തും, ചർച്ചയും ഒക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് 1985 മുസ്ലിം ലീഗിൻ്റെ ഐക്യം നടക്കുന്നത് കേരളത്തിൽ. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ലയിച്ചു. അന്ന് നേതാക്കന്മാർ ഇവിടെ കൂടിയിട്ട് തീരുമാനിച്ചു KMCC അതിന് UAE എല്ലായിടത്തും അംഗീകാരമുണ്ട്, പലയിടത്തും അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഗൾഫ് രാജ്യങ്ങളിൽ ഇനി ഒരു അംഗീകാരം കിട്ടാൻ, മറ്റൊരു സംഘടനയ്ക്ക് അംഗീകാരം കിട്ടാൻ പുതിയ സാഹചര്യത്തിൽ പ്രയാസമാണ്. അപ്പോൾ കിട്ടിയ അംഗീകാരം വെച്ചുകൊണ്ട് നമുക്ക് ജനസേവനം നടത്താൻ അംഗീകാരമുള്ള പേര് ഉപയോഗിക്കുകയാണ് നല്ലത് എന്ന് അന്ന് കോഴിക്കോട്ട് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, യോജിച്ച മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തീരുമാനിക്കുകയും ആ വിവരം ഞങ്ങളെയൊക്കെ അറിയിക്കുകയും ചെയ്തു. ആ കത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. 1985 മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി എൻ്റെ പേരിൽ PMA സലാം PB നമ്പർ 1384 ജിദ്ദ എനിക്ക് അയച്ച കത്ത. ഇതിൽ ഒപ്പിട്ടത് പഴയ കാലത്ത് ശേഖരത്തിലുള്ളതാണ്. 1985 ഡേറ്റ് 29/8/1985. ഇത് വലിയ വിലപ്പെട്ട രേഖയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി BV അബ്ദുള്ള കോയ സാഹിബ് MP, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, 2 ജനറൽ സെക്രട്ടറിമാരെ ലയിച്ചപ്പോണ്ടായത്. ഇതിൽ ഒപ്പിട്ടത് 9 പേരാണ്. 1 ഹാജി ഇബ്രാഹിം സുലൈമാൻ സീട്ട്, 2 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, 3 സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, 4 CKP ചെറിയ മമ്മൂക്കെ സാഹിബ്, 5 BV അബ്ദുള്ള കോയ MP, 6 PM അബൂബക്കർ, 7 P സീതി ഹാജി, 8 E അഹമ്മദ് സാഹിബ്, 9 PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ 9 നേതാക്കന്മാരും കൂടി ഒപ്പിട്ടയച്ചിട്ടുള്ള കത്താണ്. അതിൽ പറയുന്നത് ഒരു വാചകം KMCC സ്വീകരിക്കണം എന്നുള്ളത് പറയാം.
ഇത് ഇവിടുന്ന് അങ്ങോട്ട് കമ്മിറ്റി കൂടി അയച്ചു തന്നാണ്. അതുകൊണ്ട് കുവൈത്ത് ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കൾച്ചറൽ സെൻ്ററുകളും ചന്ദ്രയാൻ റീഡേഴ്സ് ഫോറങ്ങളും യോജിച്ചുകൊണ്ട് ഉടനെ തന്നെ യോഗം വിളിച്ചു ചേർത്ത് കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ എന്ന പേരിൽ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. കുവൈത്തിൽ വെൽഫെയർ ലീഗ് ആയതുകൊണ്ട് വെൽഫെയർ ലീഗും കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ യോജിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചുകൂട്ടി കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ എന്ന പേരിൽ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 1985 അയച്ച കത്ത. അന്ന് ഞാൻ അവിടുത്തെ KMCCയുടെ ഞാൻ പറഞ്ഞല്ലോ 79 KMCC ഉണ്ടാക്കിയിട്ട് 85 വരെ ഞാൻ തന്നെയാണ് KMCCയുടെ പ്രസിഡന്റ്. മാറാൻ സഹപ്രവർത്തകർ സമ്മതിക്കാതെ പോയതുകൊണ്ടും എനിക്ക് അത്യാവശ്യം ഒഴിവുണ്ടായതുകൊണ്ടൊക്കെ അങ്ങനെ പോയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ജിദ്ദയിലാണെന്ന് KMCC സജീവമായിട്ട് സൗദിയിലുണ്ടായിരുന്നു. അതിൽ ജിദ്ദ KMCCയുടെ സംയുക്ത കമ്മിറ്റി നിലവിൽ വന്നു. ആ കമ്മിറ്റിയിൽ മുൻ MSFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് വണ്ടൂർ അബൂബക്കർ, അദ്ദേഹം പ്രസിഡന്റും അദ്ദേഹം ഇന്ത്യൻ മുസ്ലിമിന്റെ ഭാഗത്താണ്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ജിദ്ദ KMCC 85 നിലവിൽ വരുന്നു. പിന്നീട് പല കമ്മിറ്റികളും വന്നു. വളരെ കൃത്യമായി അഭിമാനിക്കാം. ലോകത്ത് വളരെ മാതൃകാപരമായി സംഘടന പോകുന്നതിൽ ഇതിയായ സന്തോഷങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാവും. എന്താ സംശയം? നമ്മളെ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു കുട്ടി പഠിച്ച് വലുതായി ഡോക്ടറോ കലക്ടറോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടി വലിയൊരു സ്ഥാനത്തെത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിലേക്കാൾ വലിയ സന്തോഷമല്ലേ നമ്മൾ ബീജാഭാവം ചെയ്ത, നമ്മൾ പ്രവർത്തിച്ച, നമ്മൾ കൂടെ നിന്ന, നമ്മൾ വളരണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രസ്ഥാനം ഉന്നതങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടും ജനങ്ങളുടെ പ്രാർത്ഥനകളോടും കൂടി വളർന്നു വരുന്നത് കാണുമ്പോൾ അതിൻ്റെ വളർച്ചയല്ല, അതിൻ്റെ വളർച്ച കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന വലിയ നേട്ടങ്ങളും സഹായങ്ങളും കാണുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ആ കാലഘട്ടം മുതൽ KMCCയെ കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും KMCCയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ഇവിടുന്ന് ലഭിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അന്ന് കോടീശ്വരന്മാർ ഗൾഫിലില്ല. സൗദിയിലൊക്കെ സാധാരണ ജോലിക്കാർ മാത്രമേ ഉള്ളൂ, അത്യാവശ്യം ചെറിയ തുണിഷാപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് വലിയ മുതലാളിമാർ, ഇവിടെ പാർട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ 1-2 മുതലാളിയെ വിളിച്ച കാര്യം നടക്കും. അവിടെ അന്ന് അങ്ങനെയല്ല. ഓരോ തൊഴിലാളിയുടെയും റൂമുകളിൽ കയറി ഞങ്ങൾ 50 റിയാലും 100 റിയാലും പിരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തേക്കുക. അന്ന് വേറെ പ്രശ്നമുണ്ട്. അന്ന് പിന്നെ 10 രൂപ കിട്ടണമെങ്കിൽ 2.5 റിയാൽ കൊടുക്കണം. ഇന്ന് 2.5 റിയാലിന് 400-500 രൂപ കിട്ടും. ആ ഒരു കാലഘട്ടമായി മാറി. നിങ്ങൾ അന്ന് കൊടുത്തയച്ച പൈസയാണ് ഇന്ന് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഞങ്ങൾ യോജിച്ചതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ ഒരു ടീം ജിദ്ദയിൽ വന്നു. ബീവത് ലുഗായ സാഹിബ്, സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾ, അഹമ്മദ് സാഹിബ്, PK കുഞ്ഞാലി സാഹിബ്, ഈ 4 പേരും കൂടിയാണ് വന്നത്. അവർ മുസ്ലിം ലീഗിൻ്റെ പിന്നെ സാമ്പത്തിക ഇത് ആവശ്യാർത്ഥമാണ് വന്നത് പിരിവിന്. അന്ന് അവരെയും കൂട്ടി ഞങ്ങൾ എല്ലാ റൂമിലും നടന്ന് ഓരോരുത്തരുടെ അടുത്തുനിന്നും കിട്ടുന്നു വാങ്ങിക്കൊടുക്കുക ചെയ്തു. ഇന്നിപ്പോൾ ഗൾഫിൽ നിന്ന് പണം കിട്ടാൻ പിന്നെ KMCC കമ്മിറ്റി ഒന്നും ഇല്ലാതെ തന്നെ മുസ്ലിം ലീഗിന് കഴിയുന്ന ഒരു സാഹചര്യം. ഒരുപാട് മുസ്ലിം ലീഗുകാർ അവിടെ ഉണ്ട് സഹായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ MLA വരെ ഗൾഫ് നാടുകളിലെ ബിസിനസ്സുകാരാണ് പലരും. അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. KMCCയുടെ ഒരു കാലഘട്ടം നിങ്ങൾ അവിടെ വളരെ കൃത്യമായി ഉപയോഗിച്ചു. KMCC ഇപ്പോൾ വളർന്ന് പന്തലിച്ചു. നിങ്ങൾ അവിടുന്ന് പിന്നെ ഗൾഫിൽ നിന്ന് തിരിച്ചിവിടെ വന്നു. ഇവിടെ പിന്നെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നിങ്ങൾ മുഴുകുന്നത്. 2 കാരണം ഉണ്ടാവും. നിങ്ങൾ ഒരു പ്രവാസിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായി. നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തി. എന്താണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നടക്കുന്ന പ്രശ്നവുമായി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിനകത്ത് വരുന്ന ആശങ്കകളും അത് പരിഹരിക്കാൻ നിങ്ങളുടെ കാലത്ത് നടത്തിൽ വരുത്തിയ ഇടപെടലുകളൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്? ഇല്ല, ഇപ്പോൾ നമ്മൾ COVID-19 പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇതുപോലൊരവസ്ഥ ഒരു കാലത്തും അത് ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തോ മാത്രമല്ല നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ലല്ലോ. പണ്ട് കോളറക്കാലം നമ്മൾ കേട്ടിട്ടുണ്ട്, അതും പ്രാദേശികമായി ചിലവ്. ഇത് ലോകം മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൾഫിലെ മലയാളികളെ മറ്റെല്ലാ സമൂഹങ്ങളെയും പോലെ തന്നെ മലയാളികളുടെ അവസ്ഥ ഏറ്റവും ഭീഷണമാണ്. ഇവിടുത്തെ പോലെയല്ല. അവിടെ ഒരു റൂമിൽ 15-20 ആളുകൾ താമസിക്കുകയാണ്. ഒരാൾ ഒന്ന് ചുമച്ചാൽ ബാക്കി 19 ആളുകളും ഇറങ്ങി ഓടേണ്ട ഒരു ഗതികേടല്ലേ? എന്താണെന്ന് അറിഞ്ഞൂടാ. ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അവിടെ.
ഇവിടെ വന്നാൽ ഐസൊലേഷനിൽ കൊണ്ടുപോകാനും സ്കൂളുകൾ റെഡി, കോളേജുകൾ റെഡി, ആശുപത്രികൾ റെഡി, എല്ലാ സ്ഥാപനങ്ങളും റെഡിയാണ്. അതുകൊണ്ടാണ് ഗൾഫിലെ നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അവർ വിളിച്ചാൽ പറയുന്നത് ഞങ്ങൾക്ക് മരുന്ന് വേണ്ട, ഭക്ഷണം വേണ്ട, അതൊക്കെ KMCC അവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത് പെട്ടെന്ന് കൊണ്ടുവരണം. അതിന് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റൂല. നമ്മുടെ കേരള ഗവൺമെന്റില് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രിയും പറഞ്ഞത് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഗവൺമെന്റ് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുത്തു, സുപ്രീം കോടതി കേസ് കൊടുത്തു. സുപ്രീം കോടതിയിലെ കേസ് സുപ്രീം കോടതി നമുക്കറിയാലോ, അടുത്ത കാലത്തായി സുപ്രീം കോടതിയിൽ വരുന്ന വിധിന്യായങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വിധികളാണ്. ബാബരി മസ്ജിദ് ആയിരുന്നാലും CAA അനുകൂലിച്ചുള്ള വിധിയായാലും ഒക്കെ നമ്മൾ കണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നിടത്താണ് സുപ്രീം കോടതിയുടെ വിധികൾ പലതും പോകുന്നത്. നിർഭാഗ്യകരമാണ്. അതുപോലെ തന്നെ പ്രവാസികളെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് MP രാഘവൻ അടക്കമുള്ള ആളുകൾ, KMCC അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് സുപ്രീം കോടതി ഒരു മാസം കഴിഞ്ഞിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ വിധിയെക്കുറിച്ച് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത്, മലപ്പുറം ജില്ലയുടെ ചാർജുള്ള മന്ത്രി, വളരെ ദൗർഭാഗ്യകരമാണ്. അനവസരത്തിലായി കേസ് കൊടുത്തത്. ഇപ്പൊ കേസ് കൊടുക്കാൻ പാടില്ല, ആളുകളൊക്കെ മരിച്ചു തീർന്ന് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കേസ് കൊടുക്കുക എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? എന്താ ഇത് അനവസരം? ഇപ്പോഴല്ലേ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പോഴല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹം തന്നെ പറയുന്നു KMCCയെ പോയി കാണും. ആ KMCCയെ കേസ് കൊടുത്തത്. അതുമല്ല, അദ്ദേഹം പറഞ്ഞു അത് കോടതി പോലല്ലേ വേണ്ടത്, പിന്നെ എവിടെ പോവാ? നമ്മൾ MP മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നടന്നില്ല. ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, കേന്ദ്ര വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞു, പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഇവരൊക്കെ സന്ദർശിച്ചിട്ട് ഒരു ഫലവും കാണാത്തോണ്ടാണ് കോടതിയിൽ പോയത്. അങ്ങനെയല്ല അതിന്റെ റൂട്ട്, പ്രോട്ടോകോൾ അങ്ങനെയല്ല. ഇതൊന്നും അറിയാത്ത പോലെ ഈ മന്ത്രി സംസാരിക്കുന്നത് നാട്ടുകാരെ വിട്ടികളാക്കാൻ, പ്രവാസികൾക്കെതിരെയുള്ള ഏറ്റവും മോശമായ ഒരു സംസാരം. അവരിപ്പോ മനസ്സുകൊണ്ട് വേദനിച്ച് കഴിയുന്ന ഒരു അവസരത്തിൽ അവരുടെ മനസ്സ് വളരെയേറെ വേദനിപ്പിച്ച ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹം. വികാരത്തിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. പ്രവാസികളെ പറയുമ്പോഴേക്ക് നിങ്ങളുടെ വികാരം അതീവമായി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് വിദേശത്തുണ്ട്, നിങ്ങളുടെ അയൽപക്കത്തുള്ള എത്ര പേര് വിദേശത്തുണ്ട്, ഇത് ഓരോ മലയാളിയുടെയും വീട്ടിലെ സ്ഥിതിയാണ്. ഞാൻ അവിടെ അല്ലെങ്കിലും എന്റെ കുടുംബക്കാരും എന്റെ അയൽവാസികളും ഞാൻ സ്നേഹിക്കുന്നവരും എന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയ മനുഷ്യരല്ലേ. അവരെ കൊലക്ക് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോ ചെയ്യണ്ട, ഞാനിവിടെ സുരക്ഷിതനാണ്, എനിക്ക് മന്ത്രിയുടെ കാറുണ്ട് എന്ന് വിശ്വസിച്ച് നടക്കാൻ പറ്റും? എന്താണ് പ്രവാസി ബോർഡ് ചെയർമാനായി, നിങ്ങൾ പ്രവാസി കമ്മീഷൻ അംഗമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടത്തിൽ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ? പ്രവാസി ക്ഷേമ ബോർഡ് രൂപീകരിച്ചത് 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ കിട്ടാൻ, പെൻഷൻ നൽകാനാണ്. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കേരളത്തിൽ പെൻഷനുണ്ട്. അപ്പോൾ പ്രവാസികൾക്കും ഒരു പെൻഷൻ പദ്ധതി എന്ന നിലക്കാണ് നമ്മൾ തുടങ്ങിയത്. പ്രവാസികൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഗൾഫാർ മുഹമ്മദ് അലിയാണ് അല്ലെങ്കിൽ രവി പിള്ളയാണ് എന്നുള്ള ചിന്ത പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പം അതല്ലല്ലോ. ഇപ്പം എല്ലാവർക്കും ഗൾഫുകാരെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ തിരിച്ചു വന്നാൽ 60 വയസ്സ് വരെ, 65 വയസ്സ് വരെ, 55 വയസ്സ് വരെ ഗൾഫിൽ ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് കടം മാത്രം ബാക്കിയായ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അല്ലെങ്കിൽ തൊഴിൽ ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത പ്രവാസികളുണ്ട്. അവർക്ക് ഒരു പെൻഷൻ എങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. മാസം തോറും അംശദായം അടച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന പെൻഷനാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷനെതിരെ സമരം നടത്തിയ ആളുകളാണ് ഇതുണ്ടാക്കിയത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ഉണ്ടാക്കിയത് അതിനെതിരെ സമരം നടത്തിയ ആളുകൾ തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ. അതുപോലെ എന്നിട്ട് 60 വയസ്സാകുമ്പോൾ ഇവർക്ക് പെൻഷൻ കൊടുക്കും. ഞാനതിൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ പിന്നെ 2011 UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ ചെയർമാനാണ്. അതുവരെ അതിൽ 40,000 മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഗൾഫുകാരും പ്രവാസികളാരും ചേരുന്നില്ല. കാരണം പെൻഷൻ 500 രൂപയും 1000 രൂപയാണ്. ഗൾഫിൽ നിൽക്കുന്നവരൊക്കെയാണ് അവർ മാസം തോറും 300 കെട്ടണം. തിരിച്ചു വന്നവർ 100 കെട്ടിയാൽ മതി. അപ്പോൾ 100 കെട്ടുന്നവർക്ക് 500 പെൻഷനും 300 കെട്ടുന്നവർക്ക് 1000 പെൻഷനും 60 വയസ്സ് തികയുന്ന അന്ന് മുതൽ കൊടുത്തു തുടങ്ങും. അതാണ് പെൻഷൻ പദ്ധതി. അതിൻ്റെ ഇടയ്ക്ക് അതിൽ അംഗങ്ങളായി ചേർന്നവർക്ക് ചികിത്സാ ധനസഹായം കൊടുക്കും. പിന്നെ അവർ മരണപ്പെട്ടു പോയാൽ കുടുംബത്തിന് 50,000 രൂപ അപ്പം തന്നെ കൊടുക്കും. ഇങ്ങനെയുള്ള കുറേ സഹായങ്ങളാണ്. പിന്നെ അവരുടെ പെൺമക്കളുടെ കല്യാണത്തിന് സാമ്പത്തിക സഹായം കൊടുക്കും. ഇതൊക്കെ ചെയ്തിരുന്നു. ഞാൻ തിരിച്ചു പോകുന്ന സഹായപ്പോഴേക്ക് ഏതാണ്ട് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്ക് മെമ്പർമാരായി. ആദ്യം 40,000 ഉള്ളതാണ് പിന്നീട് വർദ്ധിച്ചത്. അത് വളരെ ക്യാൻവാസിങ് നടത്തിയിരിക്കും. കാരണം ആളുകൾ 500 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിലിങ്ങനെ 60 വയസ്സ് വരെ 100 കെട്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ അതിനോടൊരു പിന്നെ താതാത്മ്യപ്പെട്ട് വന്നില്ല. അപ്പോഴാണ് നമ്മൾ
2015 സെപ്റ്റംബർ മാസത്തിലാണ് പെൻഷൻ കൊടുക്കാൻ തുടങ്ങുന്നത്. 2015 സെപ്റ്റംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പെൻഷൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച്. എന്നായിരുന്നു അധ്യക്ഷൻ, ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്. ആ 15 പെൻഷൻ തുടങ്ങി അന്ന് തന്നെ ഉമ്മൻചാണ്ടിയോട്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവர்களോട് വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു 500 രൂപ പെൻഷൻ വളരെ കുറവാണ് സർ, ഇതൊന്ന് വർദ്ധിപ്പിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ബോർഡ് ഒരു റെസൊല്യൂഷൻ എടുത്ത് അയക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, എല്ലാ പ്രവർത്തനങ്ങളും ബോർഡ് മീറ്റിംഗ് വിളിച്ചു. ബോർഡിൽ 1-2 ഗൾഫുകാർ മെമ്പർമാരൊക്കെ ഉണ്ട്, അവർ കൂടി സൗകര്യം. ഒരു ജർമ്മൻകാരനുണ്ടായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി, അവരെയൊക്കെ വിളിച്ച് കയറ്റി പ്രമേയം പാസ്സാക്കി ഡിസംബറിൽ ഗവൺമെൻറ്റിന് കൊടുത്തു. അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. പ്രവാസി വകുപ്പ്, ധനകാര്യ വകുപ്പിലേക്ക് അയച്ചു. നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രൊസീജിയർ. അതെല്ലാം കൂടി അതിൻ്റെ സപ്പോർട്ടിങ് എല്ലാം കൂടി തീരുമാനമായി വരുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നമുക്ക് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ജനതയുടെ ദൗർഭാഗ്യം കൊണ്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തി. എതിർത്തിയപ്പോൾ ആ ഫയൽ അവർ പ്രൊസീഡ് ചെയ്തു. അത് 2000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. നമ്മൾ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. 2015 സെപ്റ്റംബറിൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. 2 മാസം കൊണ്ട് തന്നെ വർദ്ധിപ്പിക്കണമെന്ന പ്രപ്പോസൽ ബോർഡ് നൽകി. അത് പക്ഷേ നടപ്പാക്കാനുള്ള സൗകര്യം ഇവർക്ക് നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പൊ 2000 പെൻഷനായപ്പോൾ മെമ്പർമാരെ എണ്ണം കൂടി. ഇപ്പൊ ഏതാണ്ട് 4 ലക്ഷം മെമ്പർമാരെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മളെ ഗവൺമെന്റ് 2011 മെയ്യിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ചിൽ എന്നോട് പ്രവാസി കമ്മീഷൻ ആദ്യമായി ഗവൺമെന്റ് രൂപീകരിച്ചു. എന്നാൽ പ്രവാസികൾക്ക് ഒരുപാട് നിയമപരമായ കുടുക്കുകളുണ്ട്. ഒന്ന്, അവർ ഇവിടുന്നാണ്ട് പോയി പലരെയും ഏൽപ്പിച്ച് സ്വത്തും കാര്യങ്ങളും ഏൽപ്പിച്ചാണ്ട് പോയാൽ അത് പലരും തെറ്റെടുക്കും, ആരും ശ്രദ്ധിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് പല ഭീഷണികളും വരും. അവരുടെ കുടുംബത്തിന് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഉണ്ടാക്കണം. ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ആരെടുത്ത് പോകും, എന്ത് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അതിന് സെമി ജുഡീഷ്യൽ പവറുള്ള ഒരു കമ്മീഷൻ പ്രവാസികൾക്ക് വേണ്ടിയെന്ന് നിരന്തരമായ നമ്മുടെ ആവശ്യമായിരുന്നു. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കി. പ്രവാസി കമ്മീഷൻ രൂപീകരിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ ഭവനദാസ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻ, അതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ പ്രവാസി ചെയ്യുമ്പോഴേ ചെയർമാൻഷിപ്പ് രാജിവെച്ചിട്ട് ഞാൻ കമ്മീഷൻ മെമ്പറായി. ആ കമ്മീഷൻ പിന്നെ ഈ 2 മാസമേ പ്രവർത്തിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് വന്നു. ആ 2 മാസത്തിനടക്കം 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്തു, തെളിവെടുത്തു, തീരുമാനമെടുത്തു. ഞങ്ങൾക്ക് ഒരു DSP ഒക്കെ ഞങ്ങളെ അധികാര പരിധിക്ക് കീഴിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബമാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ പോകുന്നത്. അതേ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്കകത്തുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും ജനാധിപത്യപരമായി പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു തീരുമാനം പാണക്കാട് നിന്ന് വരികയാണെങ്കിൽ വളരെ ആലോചിച്ച് വളരെ പക്വമായ ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അതാണ് പാണക്കാട്ടത്തെ ഒരു രീതി. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ജനാധിപത്യ രീതിയിലാണ് പാണക്കാട് എന്നുള്ള സംവിധാനം ഉണ്ടാവാറ്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും? ആദരണീയനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഉള്ള അനുഭവങ്ങളൊക്കെ എപ്പോഴും സ്മരിക്കേണ്ടതും സ്മരണീയവുമാണ്. വളരെ കാലത്തെ ബന്ധമെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഈ സജീവ രാഷ്ട്രീയത്തിലാവുമ്പോൾ ദൗർഭാഗ്യവശാൽ 2 ചേരിയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാനീ പറഞ്ഞ ഇപ്പോൾ INL-ഉം പിന്നെ ആദ്യം അഖിലേന്ത്യാ മുസ്ലിം ലീഗുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 85-ൽ യോജിച്ചു. അതിനുശേഷം ഞാൻ ഗൾഫുകാരനാണ് കുറേ കാലം. നാട്ടിൽ വരുമ്പോൾ പാണക്കാട് വരും, തങ്ങളെ കാണും, സൗഹൃദം പങ്കിടും, വിവരങ്ങളൊക്കെ അന്വേഷിക്കും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ഒരു അനുഭവം അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ എനിക്കുണ്ടായത്, അന്ന് ഗൾഫുകാരനാണല്ലോ. അന്ന് സാധാരണ ഗൾഫുകാരെ പറ്റി പറയൽ വളയുടെ ബെൽറ്റ്, 30 ഇഞ്ച് വീതിയുള്ള ബെല്ല്, ഉയർന്ന ചെരുപ്പൊക്കെയാണ്. അപ്പോൾ മറ്റ് ബെൽറ്റും ഫാൻറ്റും ഒന്നും ഇല്ലെങ്കിലും ഒരു ഉയർന്ന ചെരുപ്പുണ്ടായിരുന്നു. ഞാൻ ആ ചെരുപ്പ് കഴിച്ച് വെച്ച് വരാന്തി പോയി. എന്നെ കണ്ടപ്പോൾ മൂപ്പര് എണീറ്റ് അകത്ത് പോയി. അവരൊക്കെ സംസാരിച്ച് പുറത്ത് വന്ന് ചായയൊക്കെ കുടിച്ച് ഈത്തപ്പഴമൊക്കെ തന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പ് കാണാനില്ല. ഞാൻ കുറേ തെരഞ്ഞു, കാണാനില്ല. അപ്പോൾ തങ്ങൾ എന്താ സലാം നോക്കുന്നു? ചെരുപ്പ് ഇവിടെ വെച്ചിരുന്ന് കാണാനില്ല. എവിടെ ഇല്ലേ ചോദിച്ചു. ഇല്ല എന്ന്. എന്നാൽ നിൽക്കിന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്നെ അവിടെ നിർത്തിയിട്ട് അകത്ത് പോയിട്ട് 2 പുതിയ ചെരുപ്പ് എടുത്തു. പുതിയ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് 1-2 ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിട്ട് പോയിക്കൊള്ളി വന്നു. ഞാനിട്ട് പോന്നു സുഖമായിട്ട്. കാരണം ഇത് തങ്ങളെ ചെരുപ്പാണ്, തങ്ങൾ തന്ന ചെരുപ്പാണ്, തങ്ങൾ ഉപയോഗിച്ച ചെരുപ്പാണെന്ന് പറഞ്ഞാൽ അത് തട്ടിക്കൊണ്ടുപോയ ഇഷ്ടം പോലെ ആളുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. അതേ രീതിയിൽ ഇങ്ങനെ ജീവിച്ചതിൻ്റെ ഇടയ്ക്ക് അബദ്ധവശാൽ ഏതോ ഒരു ചർച്ചയിൽ എനിക്ക് തങ്ങളുമായുള്ള ബന്ധം പറഞ്ഞപ്പോൾ അത് പറയേണ്ടി വന്നു.
പറഞ്ഞ സ്ഥലത്തുനിന്ന് എണീറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ചെരുപ്പാണ്. അപ്പോൾ എത്രത്തോളം ജനങ്ങൾ തങ്ങളുമായിട്ട് സ്നേഹത്തിലും ബന്ധത്തിലും ഇരിക്കുന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. പിന്നെ ഒരു കാര്യമുള്ളത്, തങ്ങൾ കൈറോയിൽ പഠിക്കുന്ന കാലത്തൊക്കെ മക്കത്ത് വന്നിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിനുശേഷം മുസ്ലിം ലീഗ് യോജിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ഹജ്ജിന് വരാൻ തീരുമാനിച്ചു. ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ജിദ്ദയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു വലിയ ടീമാണ് വന്നത്. ബയാൻ സുലൈമാൻ സെട്ടുണ്ടായിരുന്നു, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അന്നത്തെ ജനറൽ സെക്രട്ടറി അബ്ദുസമദ് സാഹിബ് MP ഉണ്ടായിരുന്നു, പിന്നെ അന്ന് സൂഫി സാഹിബ് ഉണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു. പിന്നെ ഒരുപാട് ആളുകളുണ്ട്, KC അബൂബക്കർ മൗലവി അടക്കമുള്ള ധാരാളം ആളുകൾ, ഒരു 10-12 നേതാക്കന്മാർ ഒരുമിച്ച്. ഖമറുൽ ഇസ്ലാം കർണാടകയിലെ മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്നു. ഇവരെല്ലാം കൂടി വന്നു. അപ്പോൾ അതിന് വലിയൊരു സ്വീകരണം. തങ്ങൾ ആദ്യമായിട്ട് സൗദിയിൽ വരികയാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ ശേഷം വലിയൊരു സ്വാഗത സംഘം ഉണ്ടാക്കി KMC. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു. വലിയൊരു അനുഭവം, ഭാഗ്യമായിരിക്കും, വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ അന്ന് KMC സൗദി അറേബ്യയിൽ യോഗം ചേരാനുള്ള പെർമിഷൻ ഒന്നും ആരുടെയെങ്കിലും റൂമിൽ സ്വകാര്യമായിട്ട് ചേരലാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാഹിബും അഹമ്മദ് സാഹിബും സൈദുമറങ്ങളൊക്കെ വന്നപ്പോഴും റൂമിലൊക്കെ ചേർന്നിരുന്നു. ഇപ്പോൾ അവിടെ ഹോട്ടലുകളും ഒക്കെ ചെയ്യുന്നുണ്ട് ധാരാളം. എന്നിട്ട് ഞങ്ങൾ ഏതായാലും അവിടെയുള്ള 1-2 സുഹൃത്തുക്കളെയൊക്കെ പിടിച്ച് ഒരു ഓഡിറ്റോറിയം, അവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഒരു വലിയ ഓഡിറ്റോറിയം, ഇൻഡോർ സ്റ്റേഡിയം, അത് അടുത്ത് പിന്നെ സ്പോർട്സ് ക്യാപ്റ്റനൊക്കെ പിടിച്ച് റെഡിയാക്കി ഡയറക്ടറെ സമ്മതമൊക്കെ വാങ്ങി തീരുമാനിച്ചു. അങ്ങനെ യോഗം ചേരാൻ പോകുമ്പോൾ ഒരു മഗ്‌രിബിന് ശേഷം ഒരു 5-6 മണിക്കാണ് ചെന്നപ്പോൾ ഓഡിറ്റോറിയം ഫുള്ള്, അതിൻ്റെ വേദിയും ഫുള്ള്, വരാന്തിയും ഫുള്ളാണ്ട് കിടക്കാൻ പറ്റുന്നു. കാരണം ജിദ്ദയിൽ ആദ്യത്തെ അനുഭവമാണ് ഇതുപോലെ സമ്മേളനം. തങ്ങൾ വരെയല്ലേ? ഇവരൊക്കെ ഉണ്ട്. തങ്ങൾ സെഡ് സാഹിബ്, അബ്ദുസമദ് സാഹിബ്, എല്ലാവരും ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാം കൂടി ബേജാറായി. തങ്ങൾക്കും കയറാൻ കഴിയില്ല, ഞങ്ങൾക്കും കയറാൻ കഴിയില്ല. അവസാനം ഞങ്ങൾ പിന്നെ ഡയറക്ടറെ കണ്ടു. അദ്ദേഹം ഓടി വന്നു, കാണിച്ചു കൊടുത്തു, ഇതൊക്കെ മലയാളി സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അയാൾ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക്, സ്റ്റേഡിയത്തിലേക്ക് മാറ്റി തന്നു. അത്രയും വലിയൊരു സമ്മേളനങ്ങളെന്ന് നടത്തി. അപ്പോൾ അതിനെ തുടർന്നൊക്കെ ആ താമസക്കാലത്തൊക്കെയുള്ള തങ്ങളായിട്ട് നല്ല ബന്ധമായിരുന്നു, വളരെ നല്ല ബന്ധമായി. ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുള്ള, നന്നായി തമാശ പറയും, നന്നായി തമാശ പറയും, ചിരിക്കും. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന തമാശ തങ്ങൾ ഇങ്ങോട്ട് പറയും. അങ്ങനെയൊക്കെ നല്ല ബന്ധങ്ങളായിരുന്നു. പിന്നെ അതിന് ശേഷം ഒന്നുകൂടി പിന്നെ ചേരിതിരിവുണ്ടായല്ലോ, സർ സാഹിബിൻ്റെ കൂടെ പോയല്ലോ. അപ്പോഴും തങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാറുണ്ടായിരുന്നു, യോഗം പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഒരു അനുഭവമുണ്ട്. പേഴ്സണൽ ലോ ബോർഡിൻ്റെ നാഷണൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഒരു ദേശീയ കമ്മിറ്റി കോഴിക്കോട് ചേർന്നു. സർ സാഹിബ് അതിൻ്റെ ഉയർന്ന നേതാവായിരുന്നു. സർ സാഹിബ് എന്നെ വിളിച്ച് പറഞ്ഞു, സലാമെ, പിന്നെ കോഴിക്കോട് കേരളത്തിൽ വെച്ച് പേഴ്സണൽ ലോ ബോർഡിൻ്റെ യോഗം ചേരുമ്പോൾ തങ്ങൾ വേണം, തങ്ങളുടെ സമ്മതം വേണം. സർ സാഹിബ് INL പ്രസിഡന്റാണ്. ആ സമയത്താണ് സർ സാഹിബ് എന്നോട് പറയുന്നത്. അവര് തമ്മിലുള്ള ബന്ധമാണ്. സർ സാഹിബ് തങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയായിരുന്നു. അപ്പോൾ നീ പോയിട്ട് തങ്ങൾക്ക് തിരിച്ചങ്ങോട്ടും നീ പോയിട്ട് തങ്ങളോട് കാര്യങ്ങൾ പറയും, ഒന്ന് സമ്മതം ചോദിക്ക്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയും. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ കാണുകയോ ഫോൺ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക, നിങ്ങളൊന്ന് ഡീറ്റെയിലായി സംസാരിച്ചിട്ട് വരും. അങ്ങനെ സിർസായി പറഞ്ഞ് സിറാജിനെ അയച്ചു. സിർസാജിൻ്റെ മകൻ സിറാജ് സെട്ടുണ്ടായിരുന്നു, ഞങ്ങളെ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അങ്ങനെ ഞാനും സിറാജ് സെട്ടും കൂടി തങ്ങളെ വിളിച്ചു. ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കുഞ്ഞാലി സാഹിബിനെയും സംസ്ഥാന സാഹിബിനെയും തങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. ചായ തന്നു, ഈത്തപ്പഴം തന്നു, അണ്ടിപ്പരിപ്പ് തന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നാസ്തികം വരുത്തി. ഒരുപാട് നേരം അന്ന് ധാരാളം തമാശകളും തങ്ങൾ പറഞ്ഞു. 1-2 പിന്നെ അതിലെ തർക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ പങ്കെടുപ്പിക്കുന്നതിന് തങ്ങൾക്ക് താല്പര്യമില്ല. അതില്ലാതെ തന്നെ യോഗം നടന്നു കേട്ടോ. തങ്ങൾ പറഞ്ഞത് മുഴുവൻ സർ സാഹിബ് അംഗീകരിച്ച് യോഗം കോഴിക്കോട്ട് നടന്നു. തങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ കേരള രാഷ്ട്രീയത്തേക്ക് കടന്നു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തുടക്കകാലത്ത് വളരെ ശക്തമായി മുസ്ലിം ലീഗ് ശക്തമായി വളരാൻ തുടങ്ങി. മുസ്ലിം ലീഗ് ശക്തമായ വളർച്ചയിലേക്ക് വന്നപ്പോൾ 2 ശക്തികൾക്കാണ് ഇതിനോട് വളരെ കൃത്യമായ എതിർപ്പുണ്ടായിരുന്നത്. ഒന്ന് നമുക്ക് അറിയാം, ഒന്ന് സംഘപരിവാറാണ്, മറ്റത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അന്ന് EMSനോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ EMS പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വരുന്ന കാലത്തേക്ക് ഈ പാർട്ടി ഇല്ലാതാവുന്നു.
അതേ സമയത്ത് തന്നെ EMS ഇത് പറയുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തങ്ങളുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നു, മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരായപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ വളർച്ച വളരെ വലിയ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് വെച്ച് നോക്കുമ്പോൾ EMS പറയുന്നത്, അവർ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി പറഞ്ഞത് തീർത്തും ഒരു വളരെ തെറ്റായ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ വളരെ തെറ്റായ ഒരു വീക്ഷണമല്ല അദ്ദേഹം നടത്തിയിരുന്നത്. ഏത് EMSൻ്റെ ഏത് വീക്ഷണമാണ് ശരിയായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സമൂഹത്തിന് യോജിക്കാത്തതും ഭാവിയിൽ നടക്കാത്തതുമായ കാര്യങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിലുണ്ടാകുന്ന എല്ലാ പുരോഗതിയെയും എതിർക്കുകയല്ലേ EMSൻ്റെ നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇവിടെ ട്രാക്ടർ വയലുകളിലേക്ക് ഇറക്കിയപ്പോൾ അതിനെ തടുത്ത് സമരം ചെയ്തില്ലേ? പറ്റൂല എന്ന് പറഞ്ഞില്ലേ? കമ്പ്യൂട്ടറുകൾ ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായ സമരം ചെയ്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പൊ ഡാറ്റ വിറ്റു. ഇതൊക്കെ ഇവര് ചെയ്യല്ലേ, ചെയ്തതല്ലേ എല്ലാ കാലത്തും ഇവർ ചെയ്തത്. അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ കുരങ്ങിലേക്ക് തിരിച്ചു പോവില്ല, കുരങ്ങ് മനുഷ്യനാകുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് ലോകത്ത് എവിടെയാ കമ്മ്യൂണിസ്റ്റ് ഉള്ളത്? പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രസംഗം കേട്ട ഹംഗറിയിലേക്ക് നോക്കൂ, യൂഗോസ്ലാവിയ കാണൂ, ചെക്കോസ്ലാവിയ കേൾക്കൂ, എന്തൊക്കെയല്ലേ പറയല്. ഇന്ന് ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് പറയാനുണ്ടോ? എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും യഥാർത്ഥ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെക്കാൾ ഭയങ്കരമായ ക്യാപിറ്റലിസ്റ്റ് ചൈന എക്കാലത്തും പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം. ഇന്ന് ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യം ചൈന അല്ലേ? ലോകത്ത് ഏതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് അവർക്ക് പറയാൻ പറ്റും? സോവിയറ്റ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSR എന്ന് നമ്മളെ ചെറുപ്പത്തിലൊക്കെ കേട്ടിരുന്ന രാജ്യം എന്തുണ്ടോ? 16-17 ചെറിയ രാജ്യങ്ങളായി മാറി. എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? എവിടെയും കമ്മ്യൂണിസ്റ്റ് ഇല്ല. അപ്പോൾ ഇത്തരമൊരു രാജ്യം, ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി എന്താ? പശ്ചിമ ബംഗാൾ 35 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു. കേരളത്തിൽ ഈ പുരോഗതിയൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളാന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട്. ചില സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ചിലർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അടിസ്ഥാനമില്ല. 35 കൊല്ലം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച പശ്ചിമ ബംഗാളിൽ എന്തുണ്ടാകാൻ? നമ്മുടെ ചോദ്യം അതാണ്. ഇവിടെ ഇടവിട്ട് 25 കൊല്ലം അവർ ഭരിച്ചിട്ടുണ്ട്. ആ 25 കൊല്ലം അവർ ഭരിച്ചപ്പോൾ 35 കൊല്ലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത്. ഇടതുപക്ഷം മാത്രമായിരുന്നെങ്കിൽ മറ്റൊരു പശ്ചിമ ബംഗാളാകുമായിരുന്നു കേരളം, അല്ലെങ്കിൽ മറ്റൊരു ത്രിപുര ആകുമായിരുന്നു. അപ്പോൾ അവരുടെ വാദം 100% തെറ്റാന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ പിടിച്ചു നിൽക്കണ്ടേ, ആളുകളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഇല്ല, ത്രിപുരയിലും ഇല്ല. ആകെ അവശേഷിക്കുന്നത് കണ്ണൂരും ആലപ്പുഴയും കൊല്ലത്തുമാണ്. കൃത്യമായി തകർന്നുപോയി. അത് ആശയ പ്രതിബദ്ധത ഇല്ലാത്തൊരു സംഘടനയായി മാറി. പണ്ടുകാലത്ത് ഏകജിയുടെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ഭൂമി ഇല്ലാത്തവർക്ക് അതുണ്ടാക്കി കൊടുക്കാനും ഒക്കെ ചെയ്ത് CH മേനോൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, AKG അതിൻ്റെ നേതാവായിരുന്നു. ഇവരെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആധുനിക കമ്മ്യൂണിസ്റ്റുകാരൻ ലാവലിനും സ്പ്രിംഗ്ലറും ഒക്കെയാണ് സമുദായത്തിന്റെ സമൂഹത്തിന്റെ കൂടെയല്ല, സാധാരണക്കാരുടെ കൂടെയല്ല, കർഷകരുടെ കൂടെയല്ല, തൊഴിലാളികളുടെ കൂടെയല്ല, മക്കളുടെ കൂടെയാണ്. ഞാൻ പറയാൻ വന്നിട്ടുള്ള ആദ്യം തന്നെ പറഞ്ഞു. ഒരു സംഗതി ചോദിക്കുക. 2011 നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരിലായിട്ട് ഒരാളായിട്ട് വരുന്നത്, മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് വരുന്നത്. അന്ന് വനിതാ ലീഗിന്റെ ചാർജ് നിങ്ങൾക്ക് വരുന്നു. അതേ രീതിയിൽ തന്നെ പിന്നീട് ഒരുപാട് സംഘടനകളുടെ പോഷക സംഘടനകളുടെ ചാർജുകൾ നിങ്ങൾക്ക്. നിങ്ങളുടെ അനുഭവത്തിൽ ആ സംഘടനകളിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? സംഘടനയിൽ ഞാൻ വന്നുകൊണ്ട് മാറ്റം വന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. സംഘടനകൾക്ക് പുതിയ കമ്മിറ്റി വന്നു, പുതിയ കമ്മിറ്റികൾ വന്നു, പുതിയ യങ്സ്റ്റേഴ്സ്, പുതിയ തലമുറ അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് വന്നപ്പോൾ സ്വാഭാവികമായും ആ സംഘടനകൾക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. ഉദാഹരണം ലോയേഴ്സ് ഫോറം അധികാരത്തിൽ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള വക്കീലന്മാരും അതിൽ ഭാരവാഹികളും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ആയി വന്നു. അവർ നല്ല പ്രവർത്തനം കഴിച്ചു. മുസ്ലിം ലീഗിൻ്റെ അല്ല, KMCCയുടെ കേസുകൾ, മുസ്ലിം ലീഗിൻ്റെ കേസുകൾ, രാഷ്ട്രീയം സാമൂഹികമായി നമ്മുടെ സമുദായത്തിൻ്റെ മൊത്തം കേസുകളൊക്കെ ഹൈക്കോടതിയിൽ വാദിക്കുന്നവരാണ്. മാത്രമല്ല ആസാമിൽ PCA ഉണ്ടായപ്പോൾ അവിടെ പോയി 15 വക്കീലന്മാരെ കൊണ്ടുപോയി അവിടെ ഡെസ്ക് ഇട്ട് അവിടെ ഫോറം ഫില്ലപ്പ് ചെയ്യാനും അവരുടെ പൈതൃകങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള രേഖകളൊക്കെ തയ്യാറാക്കി കൊടുത്തു. ലോയേഴ്സ് ഫോറം നല്ല സ്തുത്യർഹമായ പ്രവർത്തനം ചെയ്തു. ഇപ്പോൾ ഇലക്ഷൻ 2019 വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് നടത്തണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി കേസ് നടത്തിയതവരാ, സുപ്രീം കോടതി കേസിന് പോകുന്നവരാ. വളരെ നല്ല പ്രവർത്തനം ലോയേഴ്സ് ഫോറം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രവാസി ലീഗ്
പ്രവാസി ലീഗും പുതിയ കമ്മിറ്റി വന്നു സജീവമായി പ്രവാസി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇവർ COVID-19 വന്നപ്പോൾ എല്ലാ ക്ഷേമ ബോർഡുകളും അതിൽ അംഗങ്ങൾക്ക് ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2000, 3000, 5000 ഒക്കെ. പ്രവാസി ക്ഷേമ ബോർഡിന്റെ പേരിലും ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഈ 6 മണിക്കുള്ള സീരിയൽ ഉണ്ടല്ലോ, അതിൽ പ്രഖ്യാപിച്ചു. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പെൻഷൻ വാങ്ങുന്ന പ്രവാസികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കും. ഒരു വലിയ ചതിയാണ് അതിന്റെ പിറകിലുള്ളത്. കേരളത്തിലെ പ്രവാസികളാണ് 25 ലക്ഷമോ 30 ലക്ഷത്തിനും ഇടക്കാണ് മലയാളികളായ പ്രവാസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളൂ. ഈ 26 ലക്ഷം പ്രവാസികളിൽ ക്ഷേമ ബോർഡിൽ അംഗങ്ങളായവർ 4.5 ലക്ഷം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 4.5 ലക്ഷം അംഗങ്ങളിൽ 12,000 പേർക്ക് ഇപ്പൊ പെൻഷൻ കിട്ടുന്നുള്ളൂ. കാരണം 60 വയസ്സായ പെൻഷൻ കിട്ടുള്ളൂ. അപ്പൊ 12,000 പേർക്ക് ഇപ്പൊ പെൻഷൻ കിട്ടുന്നുള്ളൂ. അപ്പൊ 26 ലക്ഷം പ്രവാസികളിൽ 12,000 പേർക്കാണ് 1000 രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ മൊത്തം പ്രവാസികളിൽ 0.5% പോലും ഇതിന്റെ ഗുണം കിട്ടുന്നില്ല. എല്ലാവർക്കും കൊടുക്കണമായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് പെൻഷൻ വാങ്ങുന്ന പ്രവാസികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാസികൾക്കും ഇത് കിട്ടുമെന്നൊരു തോന്നൽ. സത്യത്തിൽ പ്രവാസികളെ വഞ്ചിക്കുകയാണ് ചെയ്ത്. ക്ഷേമനിധി അംഗങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണമായിരുന്നു. അതെ, എന്താ തന്നെ 4.5 ലക്ഷം പേർക്ക് കൊടുക്കണം. അവർക്ക് 60 വയസ്സായിട്ട് ഇനിയിപ്പോൾ ശ്വാസോസം കൊടുക്കുമ്പോൾ അവർ ബാക്കിയുണ്ടാവും. ഇപ്പോ ജലീൽ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പൊ അനവസരമാണ്. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് ഏർപ്പാടിക്കും ഡെഡ് ബോഡി കൊണ്ടുവരാൻ, അപ്പോഴേ അവസരമാവുള്ളൂ എന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എപ്പോൾ കൊടുക്കാനാ? അപ്പോ ഒന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. 2020 ജനുവരി 1 അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഈ COVID-19 ലോക്ക്ഡൌൺ കാരണം തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് 5000 രൂപ വെച്ച് കൊടുക്കും. അതും വളരെ കുറച്ച് ആളുകളുണ്ടോ? അതെന്തിനാ ജനുവരി 1 ആക്കുന്നത്? അതിന് മുമ്പ് വന്ന ആളുകളുണ്ട്. ഡിസംബറിലും നവംബറിലും ഒക്കെ വന്ന് 6 മാസത്തെ 4 മാസത്തൊക്കെ ലീവിന് വന്ന ആളുകൾ ജനുവരി ഈ COVID-19 ലോക്കൗട്ട് കൊണ്ട് വിമാനം നിർത്തി പോകാൻ വയ്യാതായി. അപ്പോൾ ഡിസംബറിൽ 31 വരുന്നവന് കിട്ടൂല, ജനുവരി 1 വന്നവന് കിട്ടും. ഇത് വിവേചനല്ലേ? അതെന്തിനാ? എപ്പോൾ വന്നതായിരുന്നാലും ശരി, COVID-19 ലോക്കൗട്ട് കൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത് എങ്കിൽ അവർക്ക് കൊടുക്കണം. നമ്മൾ പറയുന്നത് ന്യായമാണ്. ഇവർ പറയുന്നത് ജനങ്ങളെ കണ്ണു പൊഴിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ സർക്കാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, COVID-19 ബാധിച്ച ഒരു പ്രവാസിക്ക് 10,000 രൂപ കൊടുക്കും. ഇപ്പൊ നമ്മൾ പോയി കോവിഡ് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? മുഖ്യമന്ത്രിയുടെ 10,000 കിട്ടാൻ ഞാൻ ഏതെങ്കിലും കോവിഡ് ബാധിതടുത്ത് പോയി സമ്പർക്കത്തിലൂടെ കോവിഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മുൻ പ്രവാസി എന്ന നിലയ്ക്ക് 10,000 രൂപ കിട്ടും. അപ്പോൾ 10,000 രൂപക്ക് വേണ്ടി കോവിഡ് ഉണ്ടാക്കി വാ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ സംസാരം എപ്പോഴും ഒന്നൂക്കിൽ പ്രവാസി അല്ലെങ്കിൽ KMCC മുഴുവൻ സംസാരത്തിന്റെയും അവസാന ഭാഗത്തുമ്പോഴേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അത്രയ്ക്കും വൈകാരികമായി നിങ്ങൾ KMCCയെയും പ്രവാസികളെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിന് മനസ്സിലാകുന്നത്. അല്ല, അതിലിപ്പോ എനിക്ക് പ്രവാസി ലീഗിന്റെ ചുമതല തന്നപ്പോ ഞാൻ മുൻ പ്രവാസി ആയതുകൊണ്ടാണ് തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ലോയേഴ്സ് ഫോറത്തിന്റെ ചുമതല തന്നപ്പോ അത് ഒരു മുൻ അഭിഭാഷകൻ എന്നുള്ള നിലക്കാണ് തരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് വനിതാ ലീഗിന്റെ ചുമതല തന്നിട്ട് ഞാൻ മുമ്പേ വനിതയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ലീഗ് നേതാക്കന്മാർ ഒന്നായി ചിരിച്ചു. അപ്പൊ അത് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ അടിസ്ഥാനം അവിടെയാണല്ലോ. ലീഗും ലീഗിനെ തുടർന്നുള്ള പ്രവാസവും ഇത് രണ്ടുമാണ്. വ്യക്തിപരമായി ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ സംഘടനാ രംഗത്തുള്ള ആളുകൾ ഇപ്പോൾ നമ്മളെ വീട് വലിയൊരു പ്രധാന ഘടകമാണ്. വീട്ടിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സംഘടനാ രംഗത്തുള്ള പല ആളുകൾക്കും കിട്ടാറില്ല. ഒരാളുകൾക്ക് വീട്ടിൽ അവർ സംഘടനാ രംഗത്ത് പോകുന്നതോട് താല്പര്യം ഉണ്ടല്ലോ. എന്നാൽ അവരുടെ സമയമാണ്, അവർക്ക് വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട സമയമാണ് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ഇപ്പോൾ EMS തന്നെ ഒരു കഥയുണ്ട്. EMS മുഖ്യമന്ത്രിയാകാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സമ്മതിച്ചിട്ടില്ലായിരുന്നു അത്ര. AKG പോയിട്ട് നിർബന്ധിച്ചിട്ടാണ് അത്ര അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചത്. അതേ രീതിയിൽ ഒരുപാട് മുസ്ലിം ലീഗിനകത്തും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. ആ രീതിയിൽ വീട്ടിലുള്ള ഒരു സപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് കിട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൂടുതൽ അനുഭാവപൂർവ്വം നിങ്ങളോടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബം, ഞാൻ പ്രസവിച്ച് വീണ മുസ്ലിം ലീഗ് കുടുംബത്തിലും എൻ്റെ പിതാവിനെ എൻ്റെ വീട്ടുകാർ കണ്ടുവരുന്നത് അങ്ങനെയാണ്. വളരെ അപൂർവമായിട്ട് കാണുള്ളൂ. പൊതുയോഗങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് ഇന്നത്തെ പോലെ കാറയച്ചു കൊടുക്കലും ടീ കൊടുക്കലും ഒന്നുമില്ല. പ്രസംഗിക്കാൻ പോയാൽ തിരിച്ചെത്തൽ പിറ്റേന്ന് രാവിലെയൊക്കെയാണ്. അവിടുത്തെ ഏതെങ്കിലും പ്രവർത്തകൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ബസ്
തുടങ്ങുമ്പോഴേ പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ശീലിച്ചാണ് എൻ്റെ വീട്ടുകാർക്ക്. അതുകൊണ്ട് എന്നെ സമരസപ്പെട്ടു പോകാൻ അവർക്ക് കഴിയും. എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പൊ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീട്ടിലെ സ്ത്രീകളല്ലേ സജീവമായി വനിതാ ലീഗിന്റെ രംഗത്ത് ഇറങ്ങുന്നത്. പിന്നെ ഇപ്പൊ 2 മാസത്തോളമായി വീട്ടുകാർക്കുള്ള എല്ലാ ആക്ഷേപവും തീർന്നല്ലോ. നമ്മൾ 100% അവരെ കൂടെ തന്നെയല്ലേ. അതെ അതെ. അപ്പൊ ആക്ഷേപമുണ്ട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയല്ല, അപൂർവം ചില കുടുംബങ്ങളിലെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരുങ്ങി നിന്നോ രാത്രി ഒരു കല്യാണത്തിന് പോകാണ്ട് ഞാൻ വരും 6 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നത്തിന് പോകേണ്ടി വരും. അപ്പൊ ആ പോക്കും മുടങ്ങും. അങ്ങനെയുള്ള ചില അത് എല്ലാ വീട്ടിലും മറ്റു കാര്യങ്ങളിലും പടക്കണ്ടാവില്ലേ. അവരുദ്ദേശിക്കുന്ന സാരി കിട്ടാതിരുന്നാൽ പടങ്ങൂല, അതൊക്കെ ഉണ്ടാവും. അതൊന്നും മുസ്ലിം ലീഗ് പ്രവർത്തനത്തിനെ ബാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വിദ്യാസമ്പന്നമായ ഒരു തലമുറ വന്നാൽ ലീഗ് ഉണ്ടാവില്ല എന്ന് EMS പലതും പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴാണ് മുസ്ലിം ലീഗിന് ശക്തി കൂടിയത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ MLA മാർ 18 MLA മാർ, അതിൽ ഡിഗ്രിയെങ്കിലും ഇല്ലാത്ത MLA എത്ര ഉണ്ട്? ഒരാൾ പോലും ഉണ്ടാവില്ല. ഡിഗ്രിയും PGയും മിനിമമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ ഡിഗ്രി നമുക്കറിയാം. അദ്ദേഹം പിന്നെ നമ്മുടെ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും പറഞ്ഞു, വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഡബിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോ പറഞ്ഞുതരാ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. കോട്ടക്കലെ വനിതാ പോളിടെക്നിക്ക് പോലും MSF ഒറ്റയ്ക്ക് മത്സരിച്ച് പിടിച്ച കാലഘട്ടം. മുസ്ലിം പെൺകുട്ടികൾ, പുതിയ തലമുറ മുഴുവൻ മുസ്ലിം ലീഗിന്റെ കൂടെയാണ്. അതെനിക്കറിയില്ല, രാഷ്ട്രീയമായും സാമൂഹ്യമായും പിന്നെ മറ്റെല്ലാ കാരണങ്ങൾ കൊണ്ടും മുസ്ലിം ലീഗ് അനിവാര്യമാണ് എന്ന ചിന്ത പുതിയ തലമുറക്ക് കൂടുതലുണ്ട്. MSF ഈ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ജയിച്ചു വരുന്നത് എന്താ? മലബാറിൽ മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ MSFന്റെ പ്രതിനിധികൾ ഉണ്ടാവുകയാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ടായി, ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുന്നു. ഇതൊക്കെ നാഷണൽ വൈഡ് ആയിട്ടുണ്ടാവും. ഒരു അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നിങ്ങളൊക്കെ തുടക്കകാലം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരെ വളരെ കുറവ്, സ്കൂളുകളിൽ പോകുന്ന പിള്ളേർ വളരെ കുറവ്, ഉദ്യോഗസ്ഥ മേഖലയിൽ വളരെ കുറവ്, അങ്ങനത്തെ ഒരു വളരെ പ്രയാസമേറിയ ഒരു കാലത്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതിശക്തമായി വരും. ഇന്ന് കാലം ഒക്കെ മാറി, എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ്. നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ, JNUവിൽ, രാജ്യത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കും. ഈ 2 കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളും പരിമിതികളുമാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ഗുണമുണ്ട്, ദോഷമുണ്ട്. അന്ന് അംഗസംഖ്യ കുറവായതും ഏരിയ കുറവായതുകൊണ്ടൊക്കെ പ്രവർത്തന സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് അംഗങ്ങൾ അഭൂതപൂർവമായി വർദ്ധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് 25 ലക്ഷം. അപ്പോൾ സ്വാഭാവികമായും അംഗങ്ങൾ കൂടുമ്പോൾ അവരെ നിയന്ത്രിക്കാനും നയിക്കാനും ഒക്കെ കുറച്ച് പ്രയാസമുണ്ടാവും. പിന്നെ മേഖലകളും മാറി. എല്ലാ മേഖലയും നിങ്ങൾ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാർക്ക് സംഘടനയുണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് സംഘടനയുണ്ട്, അധ്യാപകർക്ക് 8 or 10 സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവർത്തന മേഖല വിപുലമായതിൻ്റെ പ്രവർത്തന കൂടുതലുണ്ട്. അതല്ലാതെ പറ്റും. ഇപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ മറുപടി പറയാതെ പോയ പാലക്കാട് കുടുംബത്തിൻ്റെ ആ നേതൃത്വ പാഠവും അവരെ അംഗീകരിക്കാനും അനുസരിച്ച് പോകാനുമുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കുള്ള ബോധ്യം അത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് പുതിയ സമൂഹത്തോട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു? എന്താണ് പുതിയ സമൂഹത്തോട്, പുതിയ വളർന്നു വരുന്ന MSFക്കാരോടും യൂത്ത് ലീഗുകാരോടൊക്കെ ഒരു മുതിർന്ന നേതൃരംഗത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? മുതിർന്ന എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് മാത്രം പറയാനായിട്ടില്ല. പക്ഷേ ഞങ്ങൾ തൊട്ടുമുകളിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ യൂത്ത് ലീഗാണ്, അതുകൊണ്ടാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെയാണ്. ആദ്യകാലത്ത് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളൊക്കെ വഹിച്ചു. ആഫ്രിക്കത്തങ്ങളും സീദ് സാഹിബൊക്കെ തോണിയിൽ പോയി പള്ളി വരാന്തയിൽ കിടന്നുറങ്ങി, തങ്ങളടക്കമുള്ള നേതാക്കന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടായി. നമുക്ക് മാറി സൗകര്യങ്ങളൊക്കെ കൂടി. അപ്പോൾ അത് അന്ന് പുറത്തുപോയി ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ആദ്യം പരസ്യമായി പ്രചാരം നടത്താൻ പോലും പറ്റില്ലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷമാണ് പരസ്യ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ ക്ലേശഭൂയിഷ്ടമായ ജീവിതമായിരുന്നു, തീരുമാനങ്ങളുമായിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലൊക്കെ
ഏതെങ്കിലും നേർച്ച സ്ഥലത്ത് നേർച്ചക്ക് കുത്തിവെച്ച പച്ചക്കൊടി കണ്ടാൽ അത് അഴിപ്പിച്ചിട്ടേ പോകാറുള്ളായിരുന്നു. അത്രത്തോളം. സർദാർ പട്ടേൽ ഒരിക്കൽ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ മുസ്ലിം ലീഗ് നശിപ്പിച്ചിട്ടേ ഞാൻ പോകും. കൈതമില്ലത്ത് പറഞ്ഞ് മുസ്ലിം ലീഗ് വളർത്തിയിട്ടേ ഞാൻ മരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ നിന്നാണ് മുസ്ലിം ലീഗ് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ സ്നേഹാദരവുകൾ വാങ്ങി അവരോടൊക്കെ സഹകരിച്ച് ഇപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ കടുത്ത ശത്രുക്കളാണ്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശത്രുക്കളാണ്. എന്നിട്ട് പോലും അവരുടെ സഹയാത്രികരായ ആളുകൾ പറയുന്നു KMCCയെ സമീപിക്കും. മുഖ്യമന്ത്രി തന്നെ പറയുന്നു പിന്നെ KMCC CH സെന്ററുകളൊക്കെ ചെയ്യുന്ന സഹായം. അപ്പോൾ ഇതൊക്കെ മുസ്ലിം ലീഗിന് അംഗീകരിപ്പിക്കലാണ്. മുസ്ലിം ലീഗിന് രാഷ്ട്രം അംഗീകരിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രസക്തി അംഗീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ കാല നമ്മുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പാന്താവിലൂടെ പുതിയ തലമുറ മുന്നോട്ട് പോയതാണ്. ആ പതാക തലമുറകൾ കൈമാറി കെടാതെ സൂക്ഷിക്കണം, ആ സൽപ്പേര് നിലനിർത്തണം. ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന ചിന്ത പാടില്ല. ഇത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, വേറിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ചിന്ത മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പുതുതലമുറക്കുണ്ടാകണം. എന്നാലേ ഈ ഹൈക്കൺ നമുക്ക് കൈമാറി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് നിലനിർത്തേണ്ടത് ഭാവി സമൂഹത്തിന് തന്നെ അനിവാര്യമാണ്, നമുക്ക് വേണ്ടിയല്ല. സമൂഹത്തിൻ്റെ അന്തസ്സാർന്ന നിലനിൽപ്പിന് ഇത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ആ ഉത്തരവാദിത്വം പുതിയ തലമുറയിലേക്ക് ഇന്നത്തെ തലമുറ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് അവർ ഭംഗിയായി നിറവേറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം അതിന് ഉണ്ടാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം നമ്മളെ സംവദിച്ചത് ബഹുമാന്യനായ PMA സലാം സാഹിബാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും.